ഹോട്ടൽ, ക്ഷീരോത്പാദക സഹകരണ സംഘം, പച്ചക്കറിക്കട അടക്കം 4 വ്യാപാര സ്ഥാപനങ്ങളിലും ഒരു വീട്ടിലുമാണ് കള്ളൻ കടന്നെത്തിയത്. കഴിഞ്ഞ രാത്രി 1 മണിക്കും പുലർച്ചെ 3:30ക്കും ഇടയിലായിരുന്നു സംഭവം. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു? എനിക്ക് ഒരു 5000 രൂപ ക്യാഷായിട്ടും ഒരു ചെറിയൊരു ഗോൾഡ്, അരപ്പവൻ്റെ ഒരു ഗോൾഡും പിന്നെ കുറച്ച് പുളിയും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഒരു 10 കിലോ പുളിയും പിന്നെ അതൊക്കെയുള്ളൂ. എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സും എല്ലാം എടുത്ത് വെളിയിലെല്ലാം കളഞ്ഞു. ഹോട്ടലിനോട് ചേർന്ന കടമുറിക്കുള്ളിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ ജീവനക്കാരൻ കിടന്നത്. താഴ്ത്തിയിട്ട ഈ കടമുറിയുടെ ഷട്ടർ പുറത്തുനിന്നും പൂട്ടിയ ശേഷമായിരുന്നു കള്ളൻ ഹോട്ടലിനുള്ളിൽ കയറിയത്. സ്റ്റാഫ് താമസിക്കുന്ന റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് അത് ചരട് വെച്ച് കെട്ടി അവൻ ഇറങ്ങാത്ത രീതിയിൽ ലോക്ക് ചെയ്തിട്ടാണ് ഈ മോഷണ ശ്രമം നടത്തിയത്. തോലുഴം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലും കള്ളൻ കടന്നു. ജീവനക്കാരിൽ ചിലരുടെ യൂണിഫോം കൊണ്ടുപോയി, ചിലത് വലിച്ചുവാരി പുറത്തിട്ടു. പണമായി 300 രൂപയും നഷ്ടപ്പെട്ടു. കാലിത്തീറ്റയുടെ ഗോഡൗണ് പൊക്കിയിട്ട് അത് നോക്കിയിട്ട് പോയി. പിന്നെ ഇത് ശീതീകരണ പ്ലാന്റിനകത്ത് കയറി അലമാര തുറന്നിട്ട് ആണ് ജീവനക്കാരുടെ യൂണിഫോം, പാൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത്. പിന്നെ അതിനകത്ത് തന്നെ ഇരുന്നാണ് ഒരു UPSന്റെ ബാറ്ററി, അത് 2 എണ്ണവും ഒരു ഫാനും എടുത്തുകൊണ്ട് പോയത്. പാത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടമുറിയിലും പലചരക്ക് കടയ്ക്കുള്ളിലും കടക്കാൻ ശ്രമമുണ്ടായി. മങ്കുഴി സ്വദേശി ഹരികുമാറിന്റെ കടകളുടെ പുറത്തെ ഗ്രില്ലിന്റെ പൂട്ട് പൊട്ടിച്ചെത്തിയ കള്ളന് പക്ഷേ ഷട്ടറിട്ട ഭാഗത്തിന് അപ്പുറത്തേക്ക് കടക്കാനേയായില്ല. ആളകത്ത് കയറി 2 മുറിയുടെ ഷട്ടർ പൊളിക്കാനായിട്ട് ശ്രമിച്ചത് നടന്നില്ല. പിന്നെ ഇവിടെ ഇരുന്നൊരു ബോക്സ് ഉണ്ടായിരുന്നു, അതെടുത്ത് വെളി കൊണ്ടിട്ട് ഏതാണ്ട് 5-7 മിനിറ്റോളം കടയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിരാവിലെ കടയ്ക്ക് മുന്നിൽ പോലീസ് വാഹനം കണ്ടാണ് മങ്കുഴി സ്വദേശി വിജയൻ കള്ളൻ കയറിയതറിഞ്ഞത്. കടയിലുള്ള ബൾബുകൾ പ്രകാശിപ്പിക്കുന്നതിനെ സൂക്ഷിച്ചിരുന്ന ബാറ്ററികൾ 2 എണ്ണമാണ് കൊണ്ടുപോയത്. കട തുറക്കാനെ കൊണ്ട് ചെന്ന് താക്കോലും കൊണ്ട് ചെന്ന് തുറക്കാൻ നോക്കിയ കൂട്ടില്ല. അപ്പോൾ അവിടെ പോലീസും വന്നു. ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കള്ളന്മാർ കയറി. പിന്നെ ആ പോലീസ് ഇവിടെ വന്നണക്കെ പിന്നെ ഞങ്ങൾ തുറന്നത്. 2 ബാറ്ററി, ഈ വണ്ടിയുടെ 2 ബാറ്ററി, അതും പിന്നെ കുറച്ച് നാണയം. മുഖം മറച്ചാണ് മോഷ്ടാവെത്തിയത്. മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. കൂടുതൽ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് കൊടുമൺ പോലീസ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.